സന്ധ്യാവന്ദനം. എന്താ എല്ലാവരും ചിരിച്ച്? തിരിച്ചിങ്ങോട്ടൊന്നും പറയുന്നില്ലേ? സെയിം ടു യു. ഞങ്ങളുടെ കുഞ്ഞാടുകളെ കണ്ടോ? ഏവർക്കും അനുഗ്രഹീതമായ ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. ഇന്ന് നാം ഏവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഗെറ്റ് ടുഗെദർ ആയിരിക്കുന്ന കൗക്കുബോയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ്. ഒരു 2 ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൗക്കുബോ എന്ന വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും പറയാവോ? തരക്കടില്ല കേട്ടോ, ഒരു സമ്മാനം തന്നേക്കെന്നാ. Give to Kavita aunty. Give it to Kavita aunty. You can take it from her after that. എൻ്റെ ഇടവക്കാരൊക്കെ ആത്മീയമായിട്ട് പ്രബുദ്ധരായിരിക്കുന്നതുകൊണ്ട് ഈ പേര് കൊടുത്തപ്പോഴേ ഇതെല്ലാം ഗൂഗിൾ ചെയ്തെടുത്തു കഴിഞ്ഞു. കൗക്കുബ എന്ന വാക്കിൻ്റെ അർത്ഥം നക്ഷത്രം എന്നുള്ളതാണ്. 2ാമത്തെ ചോദ്യം, ഇതിൻ്റെ പഴയ നിയമ നിഴല് എവിടെയാണ് നമ്മൾ കാണുന്നത്? നക്ഷത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ടുള്ള വേദഭാഗം എവിടെയാണ് കാണുന്നത്? സമ്മാനമുണ്ട്, ഗൂഗിൾ ചെയ്യരുത് കേട്ടോ. 2 സമ്മാനം. ആരും പറയുന്നില്ല. പറഞ്ഞില്ലെങ്കിൽ സമ്മാനം എനിക്കായിരിക്കും കേട്ടോ. യെശയ്യാവോ? ഇല്ല. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിൻ്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും. അപ്പോൾ സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ പുതിയ നിയമ പൂർത്തീകരണം എവിടെയാണ് കാണുന്നത്? പുതിയ നിയമ പൂർത്തീകരണം ക്രിസ്മസിലോ? പറഞ്ഞു. വേദവാക്യം പറയുവാണെങ്കിൽ 2 ചോക്ലേറ്റ്. ഇല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:10. പൊട്ടക്കണ്ണൻ മാവ എറിയുന്ന പോലെ എറിഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. 2:9. 2:9 വിദ്വാൻമാരൊരു നക്ഷത്രം കണ്ടു. ഏതായാലും ഒരു സമ്മാനം തന്നേക്കാം. ആരാ? അച്ഛാൻ വേണ്ടിയാണോ? ആരാ? പങ്കിടുവോ നോക്കാൻ 2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിദ്വാൻമാർ നക്ഷത്രം കണ്ടു, അത് അവരെ എവിടെ എത്തിച്ചു? ബേത്ലഹേമിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഇന്നീ ദിവസം ഇവിടെ പങ്കെടുക്കുന്നത് ക്രിസ്മസ് ഗെറ്റ് ടുഗെദറിലാണ്. അതിനൊരു കൗക്കുബോ എന്നൊരു പേര് ഇടുകയും ചെയ്തു. എന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലായിരിക്കും അല്ലേ? വിദ്വാൻമാരെ എങ്ങനെ നക്ഷത്രം വഴി തെളിയിച്ചു, നമ്മൾ പുതിയ വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ നമ്മളെയും വഴി തെളിയിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. ഇനി പുതിയ വർഷത്തിലേക്ക് നമുക്ക് എന്താണെന്ന് അറിയുകയില്ല. അതുകൊണ്ട് വിദ്വാൻമാരെ വഴി തെളിയിച്ചതുപോലെ തന്നെ നക്ഷത്രം നമ്മുടെ ജീവിതത്തിൽ വഴി തെളിയിക്കട്ടെ എന്നുള്ളത് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടിജോ അച്ഛൻ്റെ ഒരു കുഞ്ഞാട് അച്ഛനോടൊരു പരാതി പറഞ്ഞു. ടിജോ അച്ഛൻ്റെ ഒരു കുഞ്ഞാട് അച്ഛനോടൊരു പരാതി പറഞ്ഞു, ഞാൻ ഇനിയും അടുത്ത ആഴ്ച മുതൽ പള്ളി വരുന്നില്ല. അടുത്ത ആഴ്ച മുതൽ പള്ളി വരുന്നില്ല എന്നൊരു പരാതി ടിജോ അച്ഛനെ ബോധിപ്പിച്ചു. ടിജോ അച്ഛൻ ചോദിച്ചു, അങ്ങ് ഉണർത്തിച്ച് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്താവോ കാരണം? എന്തുകൊണ്ടാണ് പള്ളി വരാനായിട്ട് വൈമനസ്യം കാണിക്കുന്നത്? അപ്പോൾ ആ കുഞ്ഞാട് അച്ഛനോട് പറഞ്ഞു, അച്ഛ, ആരാധനയ്ക്ക് വന്ന അവിടുത്തെ ഭക്തജനങ്ങൾ
ഒന്നേ പരദൂഷണം പറയുകയായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കുകയായിരിക്കും, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ടോ തളർച്ച കൊണ്ടോ കുമ്പിട്ട് ഇങ്ങനെ ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ പരയം പുറത്ത് നിർന്ന് വഴിയോര കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആരാധനയിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, പ്രസംഗം ആരും കേൾക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് ആ കുഞ്ഞാട് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടിജോ അച്ഛൻ മിടുക്കനല്ലേ, ടിജോ അച്ഛൻ വിടുവോ? ടിജോ അച്ഛൻ പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് ഒരവസരം തരുമോ ഒന്ന് ബോധിപ്പിക്കാൻ. ആയിക്കോട്ടെ, ആ കുഞ്ഞാട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ആ കപ്പയാരോട് പറഞ്ഞു, ഓടിപ്പോയിട്ട് ഒരു പാത്രം എണ്ണ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു പാത്രത്തിൽ നിന്ന് എണ്ണ നിറച്ചുകൊണ്ട് വന്നു. അപ്പോൾ ടിജോ അച്ഛൻ ആ കുഞ്ഞാടിനോട് പറഞ്ഞു, നമ്മുടെ ദേവാലയത്തിന് 3 പ്രാവശ്യം ഒന്ന് വലയം വെക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ പാത്രത്തിലെ എണ്ണ ലവലേശം തുളുമ്പാതെ ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞാട് എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞതനുസരിച്ച് പള്ളിക്ക് 3 പ്രാവശ്യം വലം വെച്ചു. ഒരു തുള്ളി പോലും തുളുമ്പാതെ തിരിച്ചു കൊണ്ടുവന്ന് അച്ഛനെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? എല്ലാം ഭംഗിയായിരുന്നു, ഒരു തുള്ളി പോലും തുളുമ്പിയില്ല. അച്ഛൻ ഏൽപ്പിച്ച പോലെ തന്നെ തിരിച്ച് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആട്ടെ, ഈ 3 പ്രാവശ്യം വലം വെച്ചപ്പോൾ എത്ര പ്രാവശ്യം നമ്മുടെ ആളുകൾ പരദൂഷണം പറയുന്നതായിട്ട് ശ്രദ്ധിച്ചു? ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല. എത്ര പ്രാവശ്യം ആൾക്കാർ വായ്ക്കോട്ട വിടുന്ന കണ്ടു? ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല. എത്ര പ്രാവശ്യം ആൾക്കാർ പര്യമ്പുറത്ത് നിന്ന് വഴിയോര കാഴ്ചകൾ കാണുന്നത് കണ്ടു? ഞാൻ ആരെയും അങ്ങനെ കണ്ടില്ല. പ്രസംഗം ബോറടിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ആരാധനയ്ക്ക് വരുവാണെങ്കിൽ ഏകാഗ്രമായിട്ട് നിന്ന് ആരാധനയിൽ സംബന്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വേണ്ടിയല്ല നമ്മൾ വരുന്നത്, അല്ലേ? അപ്പോൾ ടിജോ അച്ഛൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ കുഞ്ഞാട് അടുത്ത ആഴ്ച മുതൽ മുറയ്ക്ക് പള്ളി വരാൻ തുടങ്ങി. ഈ വിദ്വാൻമാരും കണ്ട കാഴ്ച ഇത് തന്നെയാണ്. ആ ഒരു നക്ഷത്രം കണ്ടു, ആ നക്ഷത്രം കണ്ട് അതിൻ്റെ പുറകെ അത് യാതൊരു കാരണവശാലും അവരുടെ കണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം അവർ ശ്രദ്ധിക്കുകയും അവരെ അവിടെ ലക്ഷ്യത്തിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കുകയും ചെയ്തു. അവരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോവുകയായിരുന്നെങ്കിൽ, അവരുടെ ശ്രദ്ധ പതറിപ്പോവുകയായിരുന്നെങ്കിൽ, അവരുടെ കണ്ണിൽ നിന്ന് ഈ നക്ഷത്രം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നെങ്കിൽ അവർക്ക് ബേത്ലഹേമിലേക്ക് എത്താനും സാധിക്കത്തില്ല, ഉണ്ണി ഈശോയെ കാണുവാനും സാധിക്കത്തില്ല, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനായിട്ടും സാധിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് ഇതുതന്നെയാണ്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകരുത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ഏകാഗ്ര മനസ്സോടുകൂടി ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അങ്ങും ഇങ്ങും നോക്കി നമ്മൾ മറ്റു കാര്യങ്ങളിലുള്ള നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുവാൻ സംഗതിയാകരുത്. വിദ്വാൻമാർക്ക് നക്ഷത്രം വഴി തെളിയിച്ചതുപോലെ തന്നെ നമുക്കും അനുഗ്രഹീതമായി 2026 ദൈവം നമ്പുരാൻ വഴി തെളിയിക്കട്ടെ. നമുക്ക് അനുഗ്രഹീതമായൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഒരു വാക്കും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് കേട്ടിട്ടുണ്ടോ? ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന ആള് ഒരു മഹാനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിദ്വാൻമാർ ഈ നക്ഷത്രത്തെ കണ്ടത് എങ്ങനെയാണെന്നറിയാവോ? മിസ്രൈമിലെ അടിമ വീട്ടിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് പോകുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം തമ്പുരാൻ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നടന്നതുപോലെ തന്നെയാണ് ഈ വിദ്വാൻമാർക്ക് ഈ നക്ഷത്രം അവരെ അടിമത്തത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒക്കെ വിമോചിപ്പിച്ച് ദൈവത്തെ കാണുവാനായിട്ട് സംഗതിയാക്കിയത്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ തക്കവണ്ണം സംഗതിയാകട്ടെ. ഈ നക്ഷത്രം പിൻപറ്റി നമുക്ക് ദൈവത്തെ മുഖാമുഖം കാണുവാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.